ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വെൽക്കം ടു ഡ്രീം കളക്ഷൻസ്. അപ്പോൾ ഇന്നലെ കരിമണിയുടെ സെക്ഷനായിരുന്നു, മിനിഞ്ഞാന്നും അത് തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെയും കൂടി ആയിക്കഴിഞ്ഞാൽ ആ സെക്ഷൻ അങ്ങോട്ട് കഴിയും. കാരണം കരിമണി, പേള്, പിന്നെ ഓരോ മാലകളിലും കുറേ പാറ്റേണുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ഒറ്റയടിക്ക് കാണിക്കുമ്പോൾ നിങ്ങൾക്കും അത് ബോറടിക്കും, ഒന്നും മനസ്സിലാവില്ല എല്ലാം കൂടി കാണുമ്പോഴേ. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് ഓരോന്ന് മനസ്സിലാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇട്ട വീഡിയോ ഇന്നോ നാളെയോ ഈ ഒരാഴ്ചയോ അല്ല എല്ലാവരും കാണുന്നത്. ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാവും, ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടാവും നിങ്ങളുടെ ശ്രദ്ധയിൽ ഇങ്ങനൊരു ചാനൽ കാണുക. അപ്പോൾ അപ്പോഴേക്കും ഈ പാറ്റേൺസ് ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഇതുണ്ടോ എന്ന് ചോദിക്കുക. ഇല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ്, പുതിയ പാറ്റേൺ ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരും, ഇല്ല പഴയതുള്ളെങ്കിൽ അത് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണോ അത് വേണം ആദ്യം എന്നോട് ചോദിക്കാൻ കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ കരിമണിയുടെ ഇത് 3ാമത്തെ ഭാഗമാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് കരിമണിയുടെ സെക്ഷൻ കഴിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും ഇത് ഇന്നലെ കണ്ട സംഭവങ്ങൾ തന്നെയാണല്ലോ എന്ന്. പക്ഷേ അല്ല, എല്ലാത്തിലും കുഞ്ഞു വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിയാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഞാൻ മാക്സിമം പറയുന്നുണ്ട്, എങ്കിൽ പോലും നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലത് 6 പിടിയിലുണ്ടാവും, ചിലത് 8 പിടിയിലുണ്ടാവും, ചിലത് 10 പിടിയിലുണ്ടാവും. അപ്പോൾ പിന്നെ 2 ലെയർ ഉണ്ട്, സിംഗിൾ ലെയർ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുകൊണ്ട് ഇങ്ങനെ കുറേയൊക്കെ കാണുമ്പോൾ ഏകദേശം ഒന്നാണല്ലോ എന്ന് തോന്നും. പക്ഷേ ഒന്നും ഒരുപോലെയുള്ളതല്ല, ഒക്കെ വ്യത്യാസമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഈ ലോക്കറ്റ് ഞാൻ പിന്നെ ഇന്നലെ കാണിച്ചത് ലോക്കറ്റിൻ്റെ സെക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് ഏത് മാലയ്ക്ക് വേണമെങ്കിലും ഇടാം, 6 പിടിയിലോ 8 പിടിയിലോ 10 പിടിയിലോ വേണമെങ്കിൽ ഇടാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ 6 പിടിയുടെ മാല ഇടുമ്പോൾ ബാക്കിൽ കൊളുത്തുള്ള മാല വേണമെങ്കിൽ അത് തിരിച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഊരിയിടാൻ എളുപ്പമുണ്ടാവും, കാരണം കഴുത്തിൽ കൂടെ കയറില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വ്യത്യാസങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. 2 ഒരുപോലെയുള്ളതൊക്കെ ഒന്നിച്ച് വെച്ച് കാണിക്കണത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ 6 പിടിയിലാണ് 2 ലെയർ കാണിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് 8 പിടിയിലും 10 പിടിയിലും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇതിൻ്റെ 10 പിടിയുടെ ഫോട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ 8 പിടിയുടെ ഫോട്ടോ എന്ന് ചോദിക്കരുത്. ഒരു സംഭവം കണ്ടാൽ നമുക്കറിയാലോ, ഇതിൻ്റെ ഇത്തിരി ഇറക്കം കൂടിയത് 6 പിടി, കുറച്ചും കൂടി കുറച്ച് ഇറക്കം കൂടിയത് 8 പിടി, കുറേ കൂടി ഇറക്കം കൂടിയത് 10 പിടി. അല്ലാണ്ട് ഇതിൻ്റെ 10 പിടിയുടെ തന്നെ കാണണം അല്ലെങ്കിൽ 8 പിടിയുടെ തന്നെ കാണണം എന്ന് പറയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കണ്ട് തൃപ്തിയായവർ മാത്രം നമ്മളോട് ചോദിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളിത് ഒന്നാമത് പാറ്റേൺ കാണിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. ഓൺലൈനാകുമ്പോൾ അതേ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പാറ്റേൺ കാണിച്ചിട്ട് ഇതിൻ്റെ 6 പിടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ പ്ലേറ്റ് ചെയ്തത് 6 പിടി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പ്ലേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രോഡക്റ്റ് തരുന്നതിന് മുമ്പ് ഞാനത് ഫോട്ടോ കാണിച്ചിട്ട് ഞാൻ സെൻഡ് ചെയ്യാറുള്ളൂ, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നവർക്ക് അറിയാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് കിടക്കാം. ആദ്യം കണ്ടത് നെക്ലസ്സാണ്, കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഒരു നെക്ലസ്സാണ്. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് വലിയവർക്ക് ഇഷ്ടമായി എന്ന് വയ്ക്കുക, കുറച്ചുകൂടി സൈസിൽ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ ബാക്കിലിടുന്ന ചെയിൻ കരിമണി കൊണ്ട് ഇടും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കരിമണിയിൽ വന്നിട്ട് നല്ല വീതിയുള്ള ലോക്കറ്റ് പോലെ ഇറക്കത്തിൽ ഇടാൻ പറ്റും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞുമാലയാണ്. ഇതും ഈ പറയുന്ന കോളേജ് കുട്ടികൾക്കോ അല്ലെങ്കിൽ കുഞ്ഞു മക്കൾക്കോ ഒക്കെ ഇടാൻ പറ്റുന്നതാണ്. ഇതിന് ചുറ്റും കല്ലാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ വീഡിയോ എടുത്തപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യണ കാരണം കറക്റ്റ് മനസ്സിലായില്ല. പിന്നെ ഇത് 6 പിടിയുടെ നേരിയ മാല കണ്ടു, വളരെ നേരിയ മാലയാണ്, വളരെ കുഞ്ഞ് മുത്തുകളാണ്. അപ്പോൾ ഇത് 6 പിടീൻ്റെ 8 പിടീൻ്റെ 10 പിടീൻ്റെ ഞാൻ പറഞ്ഞില്ലേ എല്ലാതും സൈസിലുണ്ട്. പിന്നെ ഇതാണ് പാദസരത്തിന് കൊണ്ടുപോകുന്നത്. പാദസരത്തിനാകുമ്പോൾ ഭയങ്കര നേരിയതാണ് കേട്ടോ, അത് കുറച്ചും കൂടി വലിപ്പമുള്ളതാവുക. ഇതൊക്കെ ഇങ്ങനെ പാദസരത്തിന്, ബ്രേസ്ലെറ്റിന്, മാലയ്ക്ക്, പിന്നെ കുഞ്ഞ് കുട്ടികൾക്ക് വലിയവരുടെ കൈച്ചെയിൻ, കുട്ടികൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ അരയിലേക്ക് വരെ കരിമണി കൊണ്ടുപോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഈ പാറ്റേണുകൾ. അപ്പോൾ ഇതൊക്കെ 6 പിടി ആണെങ്കിൽ പോലും 8 പിടിയും 10 പിടിയും അവൈലബിളാണ്. പിന്നെ തന്നെ 2 ലെയർ ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഡിസൈൻസാണ് കാണിക്കുന്നത്, അല്ലാണ്ട് സൈസിൽ നിങ്ങളൊന്നും നോക്കണ്ട. ഇപ്പോൾ നമ്മളൊരു തുണിക്കടയിൽ പോയാലും ഒരു ചെറിയ ഉടുപ്പ് കാണിച്ചിട്ട് ഇതിൻ്റെ 3-4 സൈസ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിനനുസരിച്ച് തരാം എന്ന് പറയുന്ന പോലെയാണ്. ഇത് ഡിസൈൻ ഒന്ന്, പക്ഷേ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഇറക്കം അനുസരിച്ച് നമ്മൾ ചെയ്തു തരും കേട്ടോ. അതുപോലെ തന്നെ ചില മാലകൾ നമ്മൾ പറയാറുണ്ട് 7 പിടി 8 പിടി 7 പിടി 9 പിടി ഒന്നും ചെയ്യാൻ പറ്റില്ല, 5 പിടിയൊന്നും. ഇങ്ങനത്തെ മാലകളാകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എനിക്കിത് 7 പിടിയുടെ മാല വേണ്ടതെന്ന് വെച്ചാൽ ചില മാലകൾ പറ്റും. കരിമണിയിൽ ഒരു 90% മാലകളും അങ്ങനെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അളവനുസരിച്ച് പറഞ്ഞാൽ നമ്മളത് ചെയ്തു തരും കേട്ടോ.
അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഓരോ മാലകളും കൈ പിടിച്ച് വോയിസ് കൊടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് ലൈവായിട്ട്. പക്ഷേ എനിക്കത് പറ്റണില്ല, കാരണം ഇവിടെ കുട്ടികളൊക്കെ ഉള്ള കാരണം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ റിപ്പീറ്റ് ആയോ എന്നൊരു സംശയമൊക്കെ തോന്നാറുണ്ട് കേട്ടോ. നമ്മൾ പറയുന്നത് തന്നെ പറയുന്നുണ്ടോ എന്നൊരു തോന്നലുണ്ട്, പക്ഷേ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മളുടെ ക്രിസ്റ്റലിൻ്റെ കുറച്ചും കൂടി വലിപ്പമുള്ള ബോളാണ്. അതിൻ്റെ അപ്പുറം ഇപ്പുറം കെട്ടിയിട്ടുള്ള പാറ്റേണാണ്. അപ്പോൾ കെട്ടിയ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഗോൾഡ് കൂടുതൽ ഉണ്ടാവും ഇതിൽ. കണ്ടോ, ഇത് ചെറുതാണ്, ഇതിൻ്റെ തന്നെ വലുതുണ്ട്. 3 സൈസിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 സൈസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, കുറച്ചും കൂടി വലിയ സൈസ്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ സൈസ് ഇതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് രണ്ടാമതൊരു സൈസ് ഉണ്ടെന്ന് പറയണത്. അപ്പോൾ ഇതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊപ്പം വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് 10 പിടിയുടെയാണ്. അപ്പോൾ ഡബിൾ ലെയറിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ സിംഗിൾ ലെയറും ഡബിൾ ലെയറും അവൈലബിൾ ആണ്. പിന്നെ ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു മാറ്റം. അത് അപ്പുറത്തും ഇപ്പുറത്തും കെട്ടില്ല. കണ്ടോ, ഇത് മുത്ത് മാത്രമേ ഉള്ളൂ, അതിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള ഗോൾഡൻ കെട്ട് കാര്യങ്ങളില്ല. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ഒന്നാം തോന്നും, അല്ലെങ്കിൽ എന്തോ ഒരു നമ്മൾ പറയുക ഉണ്ണിയോൾ അരിഞ്ഞാണിടാത്ത പോലെ എന്ന് പറയില്ല, അതുപോലെ എന്തോ ഒരു കുറവ് പോലെ ഇതിൽ തോന്നും. പക്ഷേ നല്ല ഭംഗിയായിട്ടോ, ഡബിൾ ലെയർ കണ്ടോ, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതും അങ്ങനെ ഒരു പാറ്റേൺ ആണ്. ഇതും ഈ പറഞ്ഞ പോലെ 6 പിടി 8 പിടി 10 പിടി എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പാദസരം, മറ്റേ ബ്രേസ്ലെറ്റ്, പാദസരം കണ്ടമാനം ആ പാറ്റേണിൽ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ശരിക്ക് ലോക്കറ്റിന് വേണ്ടിയാണ് കാണിച്ചത് ഇന്നലെ. പക്ഷേ ഇന്ന് ഞാൻ മാലയ്ക്ക് വേണ്ടിയാണ് കാണിക്കുന്നത് കേട്ടോ. ഈ മാലയുടെ ചുറ്റും കുരുമുളകല്ല, ഒരു ചെറിയൊരു റൗണ്ട് കണ്ടോ, ഒരു ചെറിയൊരിത്. ഇത് ഭയങ്കര ഒഴുക്കര, അതായത് മേലിങ്ങനെ ഒട്ടും തട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സാധനങ്ങൾ അരിഞ്ഞാണായിട്ട് ഉണ്ണികൾക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്നത്. കണ്ടോ, ഇതിങ്ങനെ എവിടെയും പൊതി നിൽക്കാനില്ല, ഒരു ഒഴുക്കരാണ്. മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ കപ്പ് ഇട്ടേക്കണത് ഒരു എന്താ പറയുക, ഒരു ഇത്തിരി കുത്തിക്കൊള്ളണ പോലെ. ഇത് വെറും ഒഴുക്കന, മുത്തിൻ്റെ തൊട്ടിപ്പുറത്ത് സ്വർണ്ണത്തിൻ്റെ തന്നെ ചെറിയൊരു മുത്ത് പോലെയാണ്. അപ്പോൾ എവിടെയും ഒരയുന്ന ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കുട്ടികൾക്ക് പാദസരവും അരഞ്ഞാണമൊക്കെ ഇതിൽ എടുക്കണത്. അപ്പോൾ ഞാനും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ക്ലോസ് ആയിട്ട് കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത് കേട്ടോ. നമുക്ക് റെഡിമെയ്ഡാണ് വന്നിരുന്നത് അരഞ്ഞാണവും പാദസരമൊക്കെ. അപ്പോൾ എനിക്ക് അത്ര ശ്രദ്ധിച്ചില്ല. ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് റോളായിട്ടാണ് വരിക, കുറേ സാധനങ്ങൾ റോളായിട്ടാണ് വരിക. എന്നിട്ട് ആ റോൾ അനുസരിച്ചാണ് നമ്മൾ കട്ട് ചെയ്ത് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് 7 പിടി വേണമെങ്കിൽ, അല്ലെങ്കിൽ 9 പിടി വേണമെങ്കിൽ, 11 പിടി വേണമെങ്കിൽ ഒക്കെ ചെയ്തു തരാമെന്ന് പറയുന്നത് കേട്ടോ. അല്ലാത്ത പക്ഷം നമുക്കങ്ങനെ പറ്റില്ല. ഈ മാലയൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അതിന് കണ്ടില്ലേ ഒരു ഗ്യാപ്പ് കണ്ടു. അപ്പോൾ അങ്ങനെ അതനുസരിച്ച് വരുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാനിങ്ങനെ കാണിച്ചത് രണ്ടും 2 ഡിസൈനാണെന്ന് കാണിക്കാനാണ്. പെട്ടെന്ന് കാണുമ്പോൾ രണ്ടും ഒരുപോലെ തോന്നും, പക്ഷേ രണ്ടിനും 2 പാറ്റേണാണ് കണ്ടോ. അപ്പോൾ അതാണ് ഞാനങ്ങനെ ചിലതിങ്ങനെ ഒപ്പിട്ടിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ കട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മറ്റേത് നിങ്ങൾക്ക് മനസ്സിലാവും, ഇടയിൽ ഈ ചെയിൻ വരുമ്പോൾ നമ്മളത് 6 പിടി എന്ന് പറയുമ്പോൾ ആ നീളം കറക്റ്റ് ആവില്ല. അപ്പോൾ ചെയിൻ്റെ ഇടയിൽ വെച്ച് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അങ്ങനത്തെ പാറ്റേൺ പറ്റില്ല. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെയിനാണ് കേട്ടോ. 3 അതായത് 3 ഗോൾഡ് 3 മുത്ത്. ഇത് പല വലിപ്പത്തിലുണ്ട്, ചെറുതും വലുതും ഒക്കെ ഉണ്ട്. 3 4 സൈസിൽ വരുന്നുണ്ട്. പിന്നെ അത് ഡബിൾ ലെയറിൽ വരുന്നുണ്ട്, ത്രിബിൾ ലെയറിൽ ചിലർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ കാണിച്ചില്ലേ ത്രിബിൾ ലെയറിൻ്റെ നെക്ലസ്, അത് ഈ പറഞ്ഞ പോലെ 1-2 പേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാനത് ഒരെണ്ണേ ഉള്ളൂ, പക്ഷേ ഞാനത് ആരാണോ ആദ്യം ഇടണേ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ 2 ആളും ഒപ്പാണ് പറഞ്ഞത്. അപ്പോൾ ഞാനത് എന്തായാലും അത് റീസ്റ്റോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ചെയ്യാം. ഏതാണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ പടിയായിട്ട് 3 ലെയറിൻ്റെ കണ്ടില്ലേ, അതിൻ്റെ കാര്യമാണ് പറയണേ കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ കരിമണിയുടെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഹാപ്പി വിഷു എല്ലാവർക്കും, വിഷു ആശംസകൾ. എല്ലാവരും ഭക്ഷണം കഴിഞ്ഞിട്ട് സുഖമായിട്ട് ഇത് കണ്ടിട്ടിരിക്കുക, ആവശ്യമുള്ളത് ഓർഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ.